ഇതാ തിയേറ്ററിൽ ഇപ്പം ഇനി വരുന്നില്ല. കാരണം ആ തിയേറ്ററൊന്നും നല്ല പ്രശ്നം, മീഡിയക്കാർക്കല്ല പ്രശ്നം. ചില സിനിമാക്കാർ പറഞ്ഞിരിക്കുകയാണ് എന്നെ ആട്ടായിട്ട് പറയുകയാണെന്ന് കേട്ടതെന്ന്. അപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ സിനിമാക്കാർ ആ തിയേറ്ററോന്നും പ്രശ്നമാണ്. കാരണം അയാൾക്ക് ഇനി പല സിനിമ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കില്ല. മീഡിയക്കാർക്കാണെങ്കിൽ അടുത്ത പ്രൊമോഷൻ വിളിക്കില്ല. അതുകൊണ്ട് ഇനി വരുന്നില്ല. എന്താ വേണമെങ്കിൽ ലീഗലി പോസിബിളാണ്. കാരണം ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോയി കാണാം, അഡ്വക്കേറ്റ് പറഞ്ഞു. പിന്നെ ബാൻ ചെയ്യുകയാണെങ്കിൽ റിവ്യൂ ബാൻ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും റിവ്യൂ ബാൻ ചെയ്യാൻ പറ്റില്ല. ബാൻ ചെയ്യാൻ എല്ലാവരും റിവ്യൂ ബാൻ ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും രണ്ടുപേരും ബാൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് വരുന്നില്ല. കാരണം ഈ കഴിഞ്ഞ തവണ ഞാൻ വടക്കൻ സിനിമയ്ക്ക് വന്നപ്പോൾ പല മീഡിയക്കാർ എൻ്റെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അയാൾ പറഞ്ഞ് എടുക്കണ്ടാവും. എനിക്ക് തോന്നുന്നില്ല തിയേറ്ററോടെ വ്യക്തിപരമായിട്ട് പ്രശ്നമൊന്നുമില്ല. ഈ സിനിമാക്കാരുടെ പ്രശ്നത്തിൽ അവർ ചെയ്യുന്നതാണ്. ഈ തിയേറ്ററോണ്ടും പ്രശ്നം വരും, മീഡിയക്കാർക്കും പ്രശ്നം വരും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഓക്കെ, ഞങ്ങൾ റീച്ച് പോവും. ഇവിടെ 5 തിയേറ്ററിൽ വരുമ്പോൾ റീച്ച് കിടന്ന് റീച്ച് എന്തായാലും പോവും. പക്ഷേ ഞാൻ ഇനി വരുന്നില്ല. നമ്മൾ ഈ തിയേറ്റർ ഫേമസ് ആയിട്ടുള്ള എന്നോടുകൂടെയാണ്, ഞങ്ങളോട് ഫേമസ് ആയത്. ഇപ്പോൾ ഞങ്ങളെ വേണ്ട. കാരണം ഈ സിനിമാക്കാർ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. കാര്യം ഞാനല്ല നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പെരേരയും ആട്ടയും ആരെയും കുറിച്ച് നെഗറ്റീവ് കൊടുത്തിട്ടില്ല. എല്ലാം പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട് പടത്തിന്. അവർ പുറത്താകാൻ കാരണം മനസ്സിലാവുന്നുണ്ട്. ഞാൻ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്, ആർട്ടിസ്റ്റിനെ കുറിച്ച് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെരേരയും ആട്ടായാലും എപ്പോഴും പോസിറ്റീവ് പറഞ്ഞിട്ടുള്ളൂ. അവരെന്താ പുറത്താകാൻ കാരണം മനസ്സിലാവുന്നുണ്ട്. ലംഘനമാണ്, അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, അത് ലംഘിക്കുകയാണ്. ഇത് സിനിമാക്കാരുടെ ഒരു ഗുണ്ടാഴ്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കൊടുക്കുന്നത് ഇവിടെ ഹേമ കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ട് ഇവിടെ മമ്മൂട്ടിയും മോഹൻലാൽ സിദ്ദിഖിൻ്റെ കൂടെ നടക്കുകയാണ്. എന്തൊക്കെയാണ് ഹേമ കമ്മിറ്റിയിൽ നടന്നുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒന്നും പറയാതെയാണ് ഷാബു മോനാണെങ്കിലും സാനിയപ്പനാണെങ്കിലും ആരാട്ടിനെ കുറിച്ചും വനിതാ ടിയാറ്റിനെ കുറിച്ചും പെരേരെ കുറിച്ചും ഇവർക്ക് എന്തുകൊണ്ട് അവരുടെ ഫീൽഡായ ഹേമ കമ്മിറ്റിയെ കുറിച്ച് അങ്ങനെ എന്തൊക്കെ കാര്യമുണ്ട്, കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ ഈ പീഡനം, ഇതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ലല്ലോ. ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഇവനിപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ പോലും ആക്രമിക്കപ്പെട്ട നടിയുടെ ഒപ്പം നിൽക്കുമെന്ന് പറയുമെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കുറ്റാരോപനായ ദിലീപിനെയാണ്. ഇതെല്ലാം പൈസയുടെ പരിപാടിയാണ്. അവർക്ക് പൈസ. ഇപ്പോൾ തന്നെ യൂട്യൂബേഴ്സിനെല്ലാം ഞങ്ങളുടെ യൂട്യൂബേഴ്സിന് ഫെയിം ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഹോൾഡില്ല. അതുകൊണ്ട് എല്ലാ കേസിലും തൊപ്പിനെ അറസ്റ്റ് ചെയ്തു, ചെകുത്താനെ അറസ്റ്റ് ചെയ്തു, എന്നെ അറസ്റ്റ് ചെയ്യാൻ പോയി. ഇവരെ ഒന്നും ചെയ്യുന്നില്ല. ഇവർക്കെല്ലാം ഹോൾഡ് ഉണ്ട്. എൻ്റെ മമ്മൂട്ടി മോളെ പോലെ ആൾക്കാരെല്ലാം സിദ്ദിഖ് പറയുന്ന ഈ ആ കേസിൽ കുറ്റാരോപനായ പുള്ളിയുടെ കൂടെ നടക്കുക. എന്താണ് കാണിക്കുന്നത് മനസ്സിലാവുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെ പോയി? അതെന്താ കേൾക്കാത്ത? അതിൽ എല്ലാവരുടെയും പേരുണ്ടെന്ന് പറയുന്നത്. അതെവിടെ പോയി? അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. പിന്നെ ഇവർ WCC പോലെ കാര്യമില്ല. ഞാൻ പറയുന്നത് ഭാരത് തിരുവോത്ത് എന്തുകൊണ്ട് പറയുന്നില്ല? അവരെ കാസ്റ്റിംഗ് വെച്ചാൽ ആരും അപ്രോച്ച് ചെയ്താൽ അവർ പറയുന്നില്ല. കാരണം ഇവർക്ക് ഗുണ്ടാ സംഘങ്ങളുണ്ടോ, അവർ തട്ടിക്കളയും, ജീവനോട് ഇരിക്കില്ല പറയാം. ഞാൻ കുറച്ചെങ്കിലും ജെന്യൂനായിട്ട് പറഞ്ഞ സാന്ദ്ര തോമസാണ്. അവർ ജെന്യൂനായിട്ട് പറഞ്ഞു. ഇതിപ്പോൾ അങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് കൃത്യതയാണ് ഇവിടെ ഒരു ക്ഷയിക്കാൻ കൊടുക്കുന്നതൊക്കെയാണ് പ്രശ്നം വരുന്നത്. അവിടെ എന്തൊക്കെയാണ് സാനിയ പെണ്ണൽ എന്തുകൊണ്ട് അത് പറയുന്നില്ല? എന്തുകൊണ്ട് സാബുവിനെ എന്നെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു? എന്തുകൊണ്ട് സാബുവിൻ ഹേമ കമ്മിറ്റിയെക്കുറിച്ചും സിനിമാ ഫീൽഡിൽ നടക്കുന്ന പിന്നെ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പോലും പിന്നെ ആൾ ധ്യാൻ ശ്രീനിവാസിൻ്റെ ബ്ലാക്ക് മണി, മലയാള സിനിമയിൽ ബ്ലാക്ക് മണി ഉണ്ട്, ഒരു സംശയമില്ല. ഇപ്പോൾ വലിയ വലിയ സിനിമയെല്ലാം ഇതിന് ബ്ലാക്ക് മണി തന്നെയാണ്. അപ്പം ധ്യാൻ എനിക്ക് പേഴ്സണലി അറിയാം. ധ്യാൻ എന്ന് പറഞ്ഞത് ആ ചോദിച്ച ആളുടെ ചോദ്യത്തിനോടും ഒപ്പമില്ല. ധ്യാൻ സീരിയസ് ആണെങ്കിൽ തോന്നുന്നില്ല. സീരിയസ് ആണെങ്കിൽ ഇത്ര മൂവീസൊന്നും ചെയ്യില്ല. ഇന്ന് ധ്യാൻ്റെ ഒരു മൂവി ആണെങ്കിൽ ആരും കാണില്ല, അങ്ങനത്തെ അവസ്ഥയായി. ഇപ്പോൾ ഐഡിയ ഒരു ഫിലിം ഉണ്ടായിരുന്നു ദിവ്യ പിള്ളയായിട്ട്, നല്ല പടമായിരുന്നു. പക്ഷേ ആരും കണ്ടില്ല ധ്യാൻ്റെ പടമാണ്. പിന്നെ ധ്യാൻ്റെ പടങ്ങൾ ബ്ലാക്ക് മണി ഉണ്ടാവില്ലായി. പക്ഷേ വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളെല്ലാം ബ്ലാക്ക് മണി ഉണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ മിക്ക ബിഗ് ബഡ്ജറ്റ് മണിയും ചെയ്യണം. അപ്പോൾ അതൊന്നും നിരസിക്കുന്ന കാര്യമില്ല. അങ്ങനത്തെ എന്തൊക്കെ പ്രശ്നമുണ്ട് സിനിമാ ഫീൽഡിൽ? ബ്ലാക്ക് മണി അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി, ഇതെല്ലാം മാറ്റി നിർത്തിയിട്ടാണ് ഇവിടെ ഈ വനിതാ തിയേറ്ററും ആറാട്ടനും പെരേര റാലി. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇപ്പോൾ അവിടെ കങ്കു എന്ന ആൾക്കാർ വരില്ല. അവരെല്ലാം എങ്ങനെയും സിനിമയിൽ കയറാൻ കഷ്ടപ്പെടാൻ നോക്കുകയാണ്. ഇവിടെ ഒരു ആക്ട്രസിന് കയറി ആരും പിടിച്ചിട്ടൊന്നുമില്ല. ഒരു കേസ് വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ആകെ വന്നുകൊണ്ട് കൈ കൊടുത്താൽ ഇപ്പോൾ ആൾക്കാർ കൈ കൊടുക്കാൻ വന്നാൽ നമ്മളിങ്ങനെ കാണിക്കും. ഇവിടെ വേറെ എന്തൊക്കെ പ്രശ്നമുണ്ട്, അതൊന്നും ഡിസ്കസ് ചെയ്യാതെ ഇതിലേക്ക് എന്നെ ഡൈവേർട്ട് ചെയ്യണം. ഇപ്പോൾ എൻ്റെ കേസ് പോലാണ് ട്രാൻസ്ജെൻഡർ കേസിലാണ് ഹേമ കമ്മിറ്റി ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഷാനിയപ്പനിക്കാണ് ഈ വണ്ടേഴ്സ് സ്റ്റാർട്ടിങ്. അവൻ എന്തുകൊണ്ട് അതുകൊണ്ട് സംസാരിക്കുന്നില്ല അറിയില്ല. ഇവിടെ എങ്ങനെയും ഒന്നോ ആൾക്കാർ എനിക്ക് സിനിമയിൽ കയറാൻ പ്ലാനില്ല. പെരേര എങ്ങനെയും സിനിമയിൽ കയറാൻ വേണ്ടിയാണ് വൈറലായത്. ഇവിടെ വരുന്ന മിക്ക അണ്ണന്മാരും സിനിമയിൽ കയറാൻ വേണ്ടിയാണ്. അവരെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, അവരാരും ഉപദ്രവിക്കുന്നില്ല. എന്തിനാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് മനസ്സിലാവണില്ല. ഇപ്പോൾ ഫെഫ്കോ കൊടുത്ത് കംപ്ലയിൻ്റാണ്. ഇവർക്കെല്ലാം എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്? ഹേമ കമ്മിറ്റി, കാസ്റ്റിംഗ് കൗച്ച്, ബ്ലാക്ക് മണി, ഇവിടുത്തെ സിനിമ നിർത്താൻ പോകണു, അല്ലെങ്കിൽ സിനിമ സമരം വരാൻ പോകുന്നു, സിനിമയിൽ നഷ്ടമുണ്ട്. എന്തുകൊണ്ട് സുരേഷ് കുമാറിന് പോലെ ആൾക്കാർ മലയാളം സിനിമയിലെ ബ്ലാക്ക് മണി വെച്ച് പറയുന്നില്ല? എത്രയോ പടങ്ങൾ അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊന്നും ഇവർ സംസാരിക്കുന്നില്ല ഇവർക്ക്. അതുകൊണ്ട് ഞാൻ സാന്ദ്ര തോമസ് പോലെ ആൾക്കാരിലെ
പുറത്താവുകയും അവർ തുറന്നു പറയുകയും ചെയ്തില്ല. പാർവതി തിരുവോത്ത് ശാന്ത തോമസ് വളരെ ജെന്യൂനാണ്. എനിക്ക് അവരെ പട്ടാനായിട്ട് പെയിൻ പാത്രമില്ല, പക്ഷേ അവർ വളരെ ജെന്യൂനായ ആളാണ് ശാന്ത തോമസ്. എല്ലാം തുറന്നു പറയുന്ന ആളാണ്, അവർക്കൊരു കള്ളത്തരവും ഇല്ല. അവർ പറഞ്ഞ മുഴുവൻ സത്യമാണ്. എന്നാൽ WCC അത്ര പെർഫെക്റ്റ് അല്ല. കാരണം ഇവിടെ മൈ സ്റ്റോറി എന്ന സിനിമയ്ക്കല്ല ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. അവർക്കൊരു പുരുഷ വിരുദ്ധത അങ്ങനെയാണ്. പക്ഷേ എനിക്ക് WCCക്കാണ് ജെന്യൂനായി തോന്നിയത് ശാന്ത തോമസാണ്. അവരെല്ലാം തുറന്നു പറയുന്നുണ്ട്. PR ഉണ്ട്, അയാൾ പറഞ്ഞു വേറെ മീഡിയക്കാർ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യണം. ആ ഇൻ്റർവ്യൂവിന് പോലും ചോദിക്കുക എന്തിനാണ് ഇൻ്റർവ്യൂ ചെയ്യണം, അതിന് അയാൾ ബോധേണ്ട ആവശ്യം. ഇതിപ്പോൾ പല സിനിമാക്കാരുടെക്കാട്ടും പോപ്പുലാരിറ്റി എനിക്കും പിറകിലുണ്ട്. അതാണ് പ്രശ്നം. അറിയില്ല, കേരളത്തിൽ മാത്രമല്ല ത്രൂ ഔട്ട് വേൾഡിൽ ഓൾമോസ്റ്റ് എല്ലാ മലയാളികൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ മലയാളികൾക്കും ഞങ്ങളറിയാം. അപ്പോൾ പല സിനിമാക്കാർ വല്ല 2-3 മാസത്തിടയ്ക്കാണ് സിനിമയായിട്ട് വരുന്നത്. അവരെക്കാട്ട് ഫെയിം ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഞങ്ങളെക്കാട്ട് പൈസ ഓൾഡ് അവർക്കുണ്ട്. അപ്പോൾ ആ ഫെയിമിനും അതിനുള്ള അസൂയാവെന്നും അറിയില്ല.